നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. അന്ത്യം വരെ വാഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. എല്ലാവരും കൈയടിച്ച് പാടണം. നിങ്ങൾ പാട്ട് രസിക്കാൻ വേണ്ടി ഞാൻ പാടുന്നില്ല, ഞാൻ പാട്ടുകാരനുമല്ല. നിങ്ങൾ പാടണം. നിങ്ങൾ പാടിയാൽ സ്വർഗം താണിറങ്ങും. ഞാൻ ഈ കൂട്ടത്തിന് വരും മുമ്പ് അയർലാൻഡ് രാജ്യത്തിൽ നിന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചു. ഗ്രേറ്റ് ബ്രിട്ടൻ, അയർലാൻഡ്. അവർ ഇന്ത്യ വംശജരാണ്. മിസ്റ്റർ അജിത് ആൻഡ് സോജി അജിത്. അവർക്ക് 5 വയസ്സുള്ള ഒരു മകനുണ്ട്. 2.5 വയസ്സ് വരെ സംസാരിക്കുകയില്ല, ഒറ്റ വാക്ക് മിണ്ടത്തില്ല, ഊമ. അയർലാൻഡ് രാജ്യത്തിൽ നിന്ന് നാട്ടിൽ വന്ന് ഇവിടെ ഉള്ള പ്രഗത്ഭന്മാരായ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഹൈടെക് ആസ്പത്രികളിൽ പോയി ഇവൻ ഊമയാണ്, ഒറ്റ വാക്ക് വായിൽ നിന്ന് വരികയില്ല. അവസാനം ആയുസ് പൂരെ ഗുളിക കഴിക്കണമെന്ന് വിധി എഴുതി. ബ്രെയിനിൽ CT സ്കാൻ എടുക്കുവാൻ വിധി എഴുതി. ആഫ്റ്റർ വാട്ട് ഈസ് ഡിഫക്റ്റ് ദെയർ എന്ന് കണ്ടുപിടിക്കുവാൻ. അങ്ങനെ ഇവിടുത്തെ ഒരു ഹൈടെക് ആസ്പത്രിയിൽ ബ്രെയിൻ CT സ്കാൻ എടുക്കുവാൻ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയാൽ ആ ഉപകരണത്തെ കാണുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് ഓടിക്കളയും. അവനെ നിയന്ത്രിക്കുവാൻ ആർക്കും പറ്റുകയില്ല. അങ്ങനെ CT സ്കാൻ പോലും, ബ്രെയിൻ CT സ്കാൻ പോലും എടുക്കുവാൻ കഴിയാതെ ദുഃഖിച്ച് ഏക സന്താനം. എന്താണ് പോം വഴി? ഇവരുടെ അമ്മ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന അമ്മച്ചിയാണ്. അന്ന് ഒരു ചൊവ്വാഴ്ച ദിവസം അമ്മച്ചി പറഞ്ഞു കൊടുത്തു, മക്കളെ, നമ്മുടെ നാട്ടിലൊരു ദൈവവേലക്കാരനുണ്ട്. അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ യേശു അത്ഭുതം ചെയ്യും. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. അവർക്ക് തിരുവനന്തപുരം പോളിയോ ഹോം ഹാളിൽ ഒരു കൂട്ടായ്മ കൊണ്ട് കടന്നു പോവുക. യേശു സൗഖ്യം നൽകും. അങ്ങനെ മിസ്റ്റർ അജിത് ആൻഡ് സോജി അജിത് ഈ 2.5 വയസ്സ് കുഞ്ഞുമായി, ഊമക്കുഞ്ഞുമായി പോളിയോ ഹാളിൽ വന്നിരുന്ന് കരഞ്ഞ്, ഞാൻ നിലവിളിക്കുന്ന ആൾ മാത്രം, ഐ ഡോണ്ട് ഹാവ് എനി മിറക്കിൾ ടു പെർഫോം. ഞാൻ കരയുന്ന ആൾ മാത്രം, യേശുവേ ഇവർ വന്നിരിക്കുന്നത് എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് പോകാനല്ല, അങ്ങയുടെ ടച്ചിങ് അനുഭവിക്കുവാൻ. ടച്ച് എവരിവൺ. സ്വർഗം തുറന്ന് യേശുവിൻ്റെ കാരുണ്യം ഇറങ്ങി ഈ കുഞ്ഞിൻ്റെ നാക്കിനെ കർത്താവ് തൊട്ട്. കുഞ്ഞ് നിലവിളിച്ച് മമ്മി. 2.5 വയസ്സ്, ഒരു വാക്ക് പോലും സംസാരിക്കാത്ത കുഞ്ഞ് നിലവിളിച്ച് മമ്മി. അന്ന് മുതൽ സ്ഫുടതമായി സംസാരിക്കുന്നു. 5 വയസ്സായി. ക്ലാസ്സിൽ അയർലാൻഡിൽ ഇവനാണ് ഫസ്റ്റ്. ഈ ദൈവത്തെയാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. കാർമുകിൽ ഏറെ കുറുകിലോ കാണുന്നില്ലേ മഴവില്ലടിന്മേൽ. കാർമുകിൽ ഏറെ കുറുകിലോ
കാണോ നില്ലേ മഴവില്ലടിന്മേൽ കരുതുക വേണ്ടടിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ കഴുകിടുമേ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുടോ നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിത അഗ്നി 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 നിന്റെ ആയുസിന്റെ ദോഷം യേശുവിൻ നാമത്തിൽ ഇന്നോട് മാറുന്നു ഇന്നോട് മാറുന്നു നിന്റെ ആയുസിന്റെ ദോഷം നീ കൊണ്ടുവന്ന രോഗം നീ വിധിക്കപ്പെട്ട ഡോക്ടർമാരുടെ പദ്ധതിയും തീർമാനവും യേശു നിന്റെ മേൽ കരുണ കാട്ടുന്നടാ യേശു നിന്റെ മേൽ കരുണ കാട്ടുന്നടാ ഇനി പാപം ചെയ്യരുത് ഇനി പാപം ചെയ്യരുത് പ്രിയോറിറ്റി യേശുവിന് നൽകുക മിസ്റ്റർ തങ്കപ്പൻ നിങ്ങളുടെ ഹൃദയം കൊലാപ്സായാണ് ഇവിടെ വന്നിരിക്കുന്നത് യേശു കർത്താവ് തങ്കപ്പനെ തുടർന്ന് പുട്ടമ്പുത് ഹൃദയം ഇപ്പോൾ സ്ഥാപിക്കുന്നതാ ഇങ്ങനെ ഹൃദയം അറ്റാക്ക് നടന്ന് ആൻജിയോഗ്രാം എടുത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബൈപ്പാസിന് വിധിക്കപ്പെട്ട് മരുന്ന് കൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ മരുന്ന് കൊണ്ട് നടക്കുന്ന ചില വ്യക്തികളെ യേശു തൊടുന്നത് ഞാൻ കാണുന്നു യേശു തൊടുന്നത് ഞാൻ കാണുന്നു ടീ 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 ആയുസ് നീട്ടുന്നടാ ആയുസ് ദൈവം നീട്ടുന്നടാ ആയുസ് നീട്ടുന്നടാ നന്ദി 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 വയറ്റിലെ കട്ടിയുമായി ഗർഭത്തിൽ കട്ടിയുമായി ചെസ്റ്റിൽ കട്ടിയുമായി ഉൾനാക്കിൽ കട്ടിയുമായി കുടലിൽ കട്ടിയുമായി സർജറിക്ക് വിധിക്കപ്പെട്ട് ചില വ്യക്തികള് യേശു തുടർന്ന് കട്ടികൾ മുളകൾ അബ്നോർമൽ ഗ്രോത്തുകൾ യേശുവിൻ നാമത്തില് ഇടിഞ്ഞിറങ്ങി പോകുന്നു ഇപ്പോൾ ഇപ്പോൾ തീ ഇറങ്ങുന്നടാ തീ ഇറങ്ങുന്നടാ മരണഭയം മാറിപ്പോകട്ടെ മരണഭയം മാറിപ്പോകട്ടെ മരണഭയം മാറിപ്പോകട്ടെ നന്ദി യേശുവിനെ സ്നേഹിക്കുന്നവന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു യേശു അവന് ദീർഘായുസ് നൽകും നാലാമത് റോമർക്കെഴുതിയ ലേഖനം 8:28 റോമർ 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നന്മയായി വ്യാപരിക്കുന്നു എന്നല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയായി വ്യാപരിക്കുന്നു എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ആമേൻ തിന്മ വന്നതുപോലിരിക്കും തകർച്ച വന്നതുപോലിരിക്കും ദുഃഖം വന്നതുപോലിരിക്കും പെട്ടെന്ന് മരണം വന്നതുപോലിരിക്കും ഏകാന്തത സംഭവിച്ചതുപോലിരിക്കും ക്യാൻസറും ഹാർട്ട് അറ്റാക്കും വന്നതുപോലിരിക്കും അതിൻ്റെ അവസാനം സ്വർഗത്തിലെ ദൈവം തന്നെ സ്നേഹിക്കുന്ന മകന് മകള് ഒരു നന്മ ഒരുക്കിയിട്ട് ഉണ്ട്
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയ അനുഗ്രഹം. ആമേൻ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഐസയ 63:9 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, നാം കഷ്ടപ്പെടുമ്പോൾ എൻ്റെ ദൈവവും അത് കണ്ട് കഷ്ടപ്പെടുന്നു. സന്തോഷമില്ലേ? കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പിൻ. സ്റ്റീഫാനോസ് സത്യ സുവിശേഷത്തിന്റെ സാക്ഷിയായി 53 പേർ അടങ്ങിയ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പരിഹാസവും ഒറ്റപ്പെടുത്തപ്പെടലും പീഡനവും കല്ലറിയും കൊണ്ടപ്പോൾ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് യുഗമായി ഇരുന്ന യേശു കർത്താവ് തന്റെ പൈതൽ, തന്റെ സാക്ഷിയായി നിൽക്കുന്ന ദൈവ സ്നേഹം കണ്ടപ്പോൾ യേശുവാൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോസ്തലർ 7:55 പഠിപ്പിക്കുന്ന, സ്റ്റീഫാനോസിന് വേണ്ടി പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിന്ന് തന്നെ സ്നേഹിക്കുന്നവന് സ്നേഹിക്കുന്ന നല്ല ദൈവം. നീ കഷ്ടപ്പെടുമ്പോൾ അവനും കഷ്ടപ്പെടുന്നു. കാരണം അവൻ ദൈവം മാത്രമല്ല, അവൻ നമ്മുടെ അപ്പൻ. അവൻ നമ്മുടെ അപ്പൻ. എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടുവാൻ എന്നെ കൊണ്ട് കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈയിടയ്ക്ക് ട്രിച്ചി ടു ചെന്നൈ കാവേരി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തു. മയിലാടുതുറ ജംഗ്ഷനിൽ നിന്ന് 2 സ്ത്രീകളും ഒരു കൈക്കുഞ്ഞുമായി കയറി. ഈ 2 സ്ത്രീകളും ഒരേപോലെ നെറ്റിയിൽ പൊട്ട്, ഒരേ പട്ടുസാരി, ഒരേ മൂക്കുത്തി, ഒരേപോലെ. ഈ കുഞ്ഞിനെ ഇവർ മാറി മാറി എടുക്കുന്നു. എൻ്റെ സംശയം, ഈ 2 പേരിൽ ആരുടെ കുഞ്ഞ്? അപ്പോൾ എൻ്റെ ഭാര്യ നോക്കിയപ്പോൾ അവർക്കും അതേ സംശയം. ഭാര്യയ്ക്ക് ഭയങ്കര സംശയമാണ്, ഈ കുഞ്ഞ് ഈ 2ൽ ആരുടെ കുഞ്ഞാണ്? ഞാൻ പറഞ്ഞു, വെയിറ്റ്, ഇത് ഇപ്പോൾ തെളിയും. ഓടിക്കളിച്ച കുഞ്ഞ് ഛർദ്ദിച്ച് ഒരുത്തിയുടെ മുഖം അങ്ങ് മാറി കോടി മൂക്കിൽ പിടിച്ചു. അമ്മ ഉണ്ടല്ലോ, സർത്തല തുടച്ച് കുഞ്ഞിനെ കഴുകി പൗഡറിട്ട് മാറിൽ ചേർത്ത്. അതാണ് ഐസിയ പ്രവാചകൻ എഴുതുന്നത്. നമ്മുടെ ദൈവം നമുക്കൊരു കഷ്ടത വരുമ്പോൾ നമ്മെ നോക്കി ചിരിക്കുന്നവനല്ല, അവനും കഷ്ടപ്പെടുന്നവൻ. ലാസർ മരിച്ച് ബഥാനി പട്ടണത്തിൽ യേശു എത്തി. യഹൂദന്മാർ കരഞ്ഞ്, മാർത്ത കരഞ്ഞ്, മറിയ കരഞ്ഞ്, യേശുവും കരഞ്ഞ്. He is our daddy. Jesus Christ is our daddy. ഭാര്യ കൈകളുമ്പോൾ, ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, മക്കൾ ഉപേക്ഷിക്കുമ്പോൾ, ഉപേക്ഷിക്കാത്ത ഒരു അരുമനാടൻ നിന്റെ അപ്പൻ നിന്റെ അടുത്തുണ്ട്. ഇവിടുത്തെ ദൈവങ്ങൾ ഒക്കെയും നിന്റെ രക്തം ഉറിഞ്ഞ് തിന്നുന്ന ഡ്യൂപ്ലിക്കേറ്റ് ദൈവമാണ്. എൻ്റെ ഒറിജിനൽ ദൈവമോ തൻ്റെ രക്തം നിനക്ക് വേണ്ടി ചൊരിഞ്ഞവനാണ്. അവനെ സ്നേഹിച്ചാൽ അവൻ നിന്നെ സ്നേഹിക്കും. ആമേൻ, ഹല്ലേലൂയ. ജോസഫ് എന്നുള്ള ദൈവഭക്തൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വന്തം സഹോദരന്മാർ അവൻ്റെ നിലയങ്കി ഊരി നഗ്നപ്പെടുത്തി 20 വെള്ളിക്കാശിന് വിറ്റ് മണൽ തരിയിൽ ചങ്കലയിൽ കെട്ടിയിട്ട് ഇളുത്ത്, എല്ലാം നന്മയ്ക്കായി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 50:20 തൻ്റെ സ്വന്തം സഹോദരന്മാർ നോക്കിക്കൊണ്ട് ഈജിപ്തിൻ്റെ കിങ്ങും യാക്കോബിൻ്റെ മകനുമായ ജോസഫ് സാക്ഷീകരിക്കുന്ന, സഹോദരന്മാരെ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ച് ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്ത്. ബഹുജനത്തിന് ഗുണം. ഇവൻ കഷ്ടത അനുഭവിച്ചത് കൊണ്ട് ദൈവം ഇവനെ ഉയർത്തി. അത് ബഹുജനത്തിന് ഗുണം, സ്വന്തം സഹോദരന്മാർക്ക് ഗുണം, ഫറവോന്റെ ഉദ്യോഗസ്ഥൻ പോറ്റിവർക്ക് ഗുണം, അവൻ്റെ വീട്ടിന് ഗുണം, കൂടെ ജയിലിൽ കിടന്ന പാനപാത്ര വാഹനന്റെ യജമാനന് ഗുണം.
സ്വന്ത സഹോദരന്മാർക്ക് ഗുണം. ഉൽപ്പത്തി 41:57 ക്ഷാമം പിടിച്ചത് ഈജിപ്തിലും ജെറുസലേമിലും മാത്രമല്ല, ഭൂമിയിൽ എല്ലായിടവും ക്ഷാമം പിടിച്ചപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തിലുള്ള ജനത്തിനും ജോസഫ് ഗുണമാക്കി തീർന്ന്. ഹല്ലേലൂയ. രണ്ടാമത്, ഇവൻ അനുഭവിച്ച കഷ്ടത ഇവന് ഗുണമായി തീർന്ന്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 41, 42, 43 വചനങ്ങളിൽ രാജാവ് തൻ്റെ 2-ാം രഥത്തിൽ ജോസേപ്പിനെ ഇരുത്തി തൻ്റെ സിഗ്നറ്റ് റിംഗ് അവൻ്റെ കയ്യിലിട്ട് കൊടുത്ത് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് രാജ്യത്തിലുള്ള എല്ലാവരും ജോസേപ്പിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവിൻ. ഇവൻ അനുഭവിച്ച കഷ്ടത ഇവന് ഗുണമായി തീർന്ന്, രാജ്യങ്ങൾക്ക് ഗുണമായി തീർന്ന്. മൂന്നാമത്, സുവിശേഷത്തിന് ഗുണം. ആമേൻ, ഹല്ലേലൂയ. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 26-ാം വചനം. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സത്യത്തിൻ്റെ സാക്ഷിയായി ജീവിച്ച ദാനിയേലിനെ രാജാവ് സിംഹത്തിൻ്റെ കുകയിൽ കൊണ്ട് ഇട്ട് അവൻ വിശ്വാസത്തിൽ തന്നെ മുറുകെ പിടിച്ച് നിന്നപ്പോൾ അവൻ്റെ രോമത്തിന് പോലും കേടുണ്ടാക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ഇത് കണ്ട രാജാവ് മാനസാന്തരപ്പെട്ട് ദാനിയേൽ പുസ്തകം 6:26 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രാജാവിൻ്റെ വാക്കുകൾ, എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മുമ്പാകെ ഭയഭക്തിയോട് ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അടുത്ത വചനം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദാനിയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവം. ദാനിയേൽ കഷ്ടത മുഖാന്തിരം സുവിശേഷത്തിന് ഗുണം. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന റോമ ചക്രവർത്തിയുടെ ജയിലിൽ കിടക്കുന്ന പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 21-22 വായിക്കാം. ഫിലിപ്പിയർ 4:21-22 നീരോ ചക്രവർത്തിയുടെ ജയിലിൽ കിടക്കുന്ന ഫിലിപ്പോസിന്റെ വാക്കുകൾ, ക്രിസ്തു യേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവീൻ. എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യും. വിശേഷാൽ നീരോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉള്ളവരും ജയിലിൽ കിടക്കുന്ന തടവറപ്പുള്ളിയായ പൗലോസ് എഴുതുന്നു, അരൺമനയിൽ ഉള്ളവർ വിശ്വാസികളെ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ജയിലിൽ പിടിച്ച് ചങ്കലയിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഇവൻ്റെ കാലിനെ കെട്ടി, കയ്യെ കെട്ടി, ശരീരത്തെ കെട്ടി, തലയെ കെട്ടി, ഇവൻ്റെ നാക്കിനെ കെട്ടുവാൻ ദൈവം വിട്ടില്ല. ഇവൻ നാക്കെടുത്ത് സംസാരിച്ച് യേശു തന്നെ ദൈവം, യേശു തന്നെ ദൈവം. ആദ്യം മാനസാന്തരപ്പെട്ടത് കൊട്ടാരത്തിലെ മഹാറാണി പോപ്പിയ. മഹാറാണി മാനസാന്തരപ്പെട്ടപ്പോൾ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർ കർത്താവിനെ അനുഗമിച്ച് സ്നാനമെടുത്ത് അവരുടെ വന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ അനുഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി. ആകയാൽ നീ ദൈവത്തെ സ്നേഹിച്ചാൽ, നീതി നിമിത്തം നിന്റെ ജീവിതത്തിൽ ഉപദ്രവം വരുമ്പോൾ ഉപദ്രവം എത്തി നിൽക്കുന്നത് പരാജയത്തിലല്ല, നിരാശയിലല്ല, തകർച്ചയിലല്ല, കയ്പിലല്ല, ദുഃഖത്തിലല്ല, പ്രത്യാശയിലാണ്, നന്മയിലാണ്. അത് ബഹുജനത്തിന് നന്മ, നിനക്ക് നന്മ, സുവിശേഷത്തിനും നന്മ. ആമേൻ. ഒരു തമിഴ് பாடல் பாடலாமா? பழைய ஒரு தமிழ் பாடல். ஆமென். எல்லாருக்கும் தெரிகிற பாடல், பழைய பாடல், நாம் பிறக்கு முன்னாலேயே பாடி வந்த பாடல். ஆமென், அல்லேலூயா.
சின்னம் சிறு வயதில் என்னை கூறிட்டு விட்டா, தூரம் போயினும் கண்டு கொண்டா. சின்னம் சிறு வயதில் என்னை கூறிட்டு விட்டா, தூரம் போயினும் கண்டு கொண்டா. தமது ஜீவனை எனக்கும் ஆளிட்டு ஜீவன் பெற்று கொள்ள தமது ஜீவனை எனக்கும் ஆளிட்டு ஜீவன் பெற்று கொள்ள மகிழ்வோ மகிழ்வோ தினமாக மகிழ்வோ, இயேசு ராஜனம் சொந்தமாயினா. மகிழ்வோ மகிழ்வோ தினமாக மகிழ்வோ, இயேசு ராஜனம் சொந்தமாயினா. இந்த பாடலத்தில் சொந்தக்காரரவர் எந்த உள்ளத்தில் சொந்தமானா. இந்த பாடலத்தில் சொந்தக்காரரவர் எந்த உள்ளத்தில் சொந்தமானா. என் பாவங்களே மொத்தம் கழுகிடுவார் தன் ஜீவனை நல்கியவே. என் பாவங்களே மொத்தம் கழுகிடுவார் தன் ஜீவனை நல்கியவே. வீண்டும் வானிடுமே மேகவா கனட்டில் கோடா கோடிடண்டு தருமா. வீண்டும் வானிடுமே மேக வாகனட்டில் கோடா கோடிடண்டு தருமா. ஆனந்தமே ரகலா ஷலரா ரகரா ஷலரா ரரரா. ஆனந்தமே பரமானந்தமே ஸ்வர்கீய சந்தோஷமே. ഈ പാടലത്തെ சொர்க்கனவே എന്റെ ഉള്ളത്തിൽ വന്നടിനാർ. ഈ പാടലത്തിൽ കത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നടിനാർ. അഞ്ചാമത് 1 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് ദൈവം കരുതി വച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെയും കണ്ണ് കണ്ടിട്ടില്ല, ഒരുത്തന്റെയും ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ദൈവം തോന്നിയിട്ടില്ല. ഞങ്ങൾക്കൊരു അഭിഷേക് സുന്ദർസിന് കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? ഹല്ലേലൂയ. ഇന്ന് പലർക്കും വാർത്ത കേൾക്കുമ്പോൾ ഭയങ്കര ചമ്മലാണ്. അതാണ് പത്രത്തിൽ ഫോട്ടോ ഇട്ടത്. കുറച്ചുകൂടെ ചമ്മിക്കും. എൻ്റെ ദൈവം വലിയവനാണ്. ദൈവമക്കൾക്ക് സന്തോഷം. ആമേൻ. നിനക്ക് വേണ്ടി കരുതുവാൻ ഒരു നല്ല ദൈവമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കരുതുവാൻ നല്ലവൻ സ്വർഗത്തിൽ ഉണ്ട്. ഒരു കടയിൽ ഒരു അമ്മയും ഒരു 3 വയസ്സ് മകനുമായി സാധനം വാങ്ങിക്കുവാൻ പോയി. അമ്മ സാധനങ്ങൾ പിക്ക് ചെയ്ത് മോൻ കടയിലുള്ള യജമാനൻ്റെ മേശപ്പുറത്തുള്ള മിഠായി പെട്ടിയെ നോക്കിക്കൊണ്ട് കൊതിയിട്ടുകൊണ്ടേ നിന്നു. കട ഉടമസ്ഥൻ പറഞ്ഞ് മിഠായി പെട്ടിയുടെ മൂടി തുറന്നിട്ട് പറഞ്ഞ് മോന് എടുത്തോ. ഇവൻ എടുക്കത്തില്ല. മോൻ എടുത്തോ. അമ്മ വന്ന് നിർബന്ധിച്ച് കൊതി ഇടല്ലട, എട്, വേണമെങ്കിൽ എട്. എടുക്കത്തില്ല.
അവസാനം ബില്ല് ക്ലിയർ ചെയ്ത് അമ്മയും മോനും ഇറങ്ങി നടന്നപ്പോൾ കട ഉടമസ്ഥൻ പെട്ടി തുറന്ന് തൻ്റെ കൈയെടുത്ത് ഒരു പിടി വാരി നീട്ടിയപ്പോൾ ഇവൻ ചട്ടയും തുറന്ന് അത്രയും സ്വീകരിച്ച്. അമ്മ ചോദിച്ച്, ഇടയിൽ ഞാൻ പറഞ്ഞ് എടുക്കാൻ നീ എടുത്തില്ല, അയാൾ പറഞ്ഞ് എടുക്കാൻ നീ എടുത്തില്ല, അയാളെടുത്ത് നീട്ടിയപ്പോൾ ഇവിടെ നീ പിടുപുറന്ന് വാരി കെട്ടിയല്ലോ പാക്കറ്റിൽ. അവൻ പറഞ്ഞ്, അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എടുത്താൽ 2 മിഠായി വരും. അയാൾ മൊണ്ണ മനുഷ്യൻ വാരി തന്നത് 20 മിഠായി. ദൈവം നമുക്ക് തന്നതുമുണ്ട്, നാം എടുത്തതുമുണ്ട്. നാം എടുത്തത് നിലനിൽക്കത്തില്ല, ദൈവം തന്നത് നിലനിൽക്കും. നീ പ്രാർത്ഥിച്ചാൽ മതി, നീ ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി, നീ യേശുവിന്റെ കൈക്ക് പിടിച്ച് നടന്നാൽ മതി. മനുഷ്യൻ പറയുന്ന നിന്ദയുടെ വാക്കുകൾ നീ ഒട്ടും ശ്രദ്ധിക്കരുത്. ഒരു മനുഷ്യൻ പറയുന്നത് നിന്റെ നന്മയ്ക്കായി പറയത്തില്ല, നീ കീഴോട്ട് പോകുവാനേ പറയുകയുള്ളൂ. നിനക്ക് ദൈവം കരുതിയിട്ടുണ്ട്. ലോത്തിനും ആബ്രഹാമിനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സമ്പത്ത് അധികമായിരുന്നത് കൊണ്ട് 2 പേരുടെ കൂലിക്കാർ തമ്മിൽ പിണക്കമുണ്ടായി. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 13:11 നീരോട്ടമുള്ള സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്ത് ആർത്തി പിടിച്ച് കരവും കെട്ടി മതിലും കെട്ടിയെടുത്ത്. ദൈവ പൈതൽ ആബ്രഹാം ദൈവം കൊടുത്തതെടുത്ത്, ലോത്ത് എടുത്തത് അവന് ലഭിച്ചു, ആബ്രഹാം ദൈവം കൊടുത്തത് അവന് ലഭിച്ചു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഭവിച്ചത്, വാരി കെട്ടിയ ലോത്ത് തലയിൽ കൈവച്ച് നിലവിളിയോട് ഓടേണ്ടിയത് വന്ന്. പക്ഷെ ആബ്രഹാം അവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ച് ഉറപ്പോട് നിന്ന് യാഗപീഠം നിർമ്മിച്ച് യഹോവയെ ആരാധിച്ച് വളർന്ന്. ഇതാണ് ദൈവം നിനക്ക് കരുതിയതിനും നീ എടുത്തതിനും തമ്മിൽ വ്യത്യാസം ഉള്ളത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എഫേസ്യർ 3:20 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിവുള്ള നമ്മുടെ ദൈവം, നാം ചോദിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുന്ന നല്ല ദൈവം. മുടിയനായ പുത്രൻ ചോദിച്ചത് കൂലിക്കാരിൽ ഒരുത്തനായി, പക്ഷേ ദൈവം നൽകിയതോ അവൻ്റെ ഒറിജിനൽ മകനായി തന്നെ ആ സ്ഥാനമാണ്. ഇവൻ മാനസാന്തരപ്പെട്ട് അപ്പനെ നോക്കി വരുമ്പോൾ അപ്പൻ ദൂരത്ത് വെച്ച് കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി മേൽത്തരമായ വസ്ത്രം നൽകി, കയ്യിൽ മോതിരം കൊടുത്ത്, പാദരക്ഷ നൽകി, കൊടുത്ത കാള അടിച്ച് ആഹാരം കൊടുത്ത്. വേലക്കാരന് ഏതപ്പൻ ചെയ്യും? സ്വന്തം മകന് അവൻ ചെയ്ത്. മാത്രമല്ല, ഇവൻ എൻ്റെ മകൻ എന്ന് പ്രഖ്യാപനം നടത്തി. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം ചെയ്യുന്നവൻ. 1 ശമൂവേൽ 1:11 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഹന്ന ചോദിച്ചത് ഒരു പുരുഷ സന്താനമാണ്. ദൈവം നൽകിയത് 3 പുരുഷ സന്താനവും 3 സ്ത്രീ സന്താനവും ആകെ മൊത്തം 6 ഡസൻ മക്കളെയാണ്. അതാണ് നീ എടുക്കുന്നതിനും ദൈവം കൊടുക്കുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അവസാനം സദൃശവാക്യം 8-ാം അധ്യായം 17 വായിക്കാം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. പോരെ. ഒരു അനുജൻ എന്നെ പ്രാർത്ഥന കാണാൻ വന്നിരുന്നു. ഉമിക്കരി പോലെ ഇവിടെ സ്റ്റൈൽ, ഇവിടെ കൃത നീണ്ട്, ഇവിടെ ചെറിയ കൃത, കാണാൻ ഒരു കോമാളിയെ പോലെ. തമ്പി ഇതെന്തടാ വേല? അത് ഒരു കാര്യം അങ്കിൾ,
അങ്ങളോട് പറ, ഇങ്ങനെ വച്ചാലേ പെൺകുട്ടികൾ നോക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ് എൻ്റെ മോൻ്റെ വയസ്സ് ഒരു 25 വയസ്സേ ഉള്ളൂ. മക്കളെ, നല്ല കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി നിന്നെ നോക്കിയാൽ ഏതോ സർക്കസിൽ നിന്ന് തപ്പി ഓടിയ കോമാളി എന്ന് പറയും. ഞാൻ പറയുന്നത്, മനുഷ്യരെ ആകർഷിക്കുവാൻ നാം ചെയ്യുന്ന കിടുപിടി വേലകളുണ്ടല്ലോ, ഒന്നും വേണ്ട. നീ ദൈവത്തെ സ്നേഹിച്ചാൽ മതി. ദൈവത്തെ നീ സ്നേഹിച്ചാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കും. ദൈവം എങ്ങനെ സ്നേഹിക്കും? ശ്രദ്ധിച്ച് കേൾക്കണം. പ്രസംഗിച്ചു വിടാനല്ല ദൈവം എന്നെ വിട്ടിരിക്കണം. നീ അനുഗ്രഹിക്കപ്പെടണം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നിന്റെ ഹൃദയത്തിൽ പകർന്ന് ദൈവം നിന്നെ സ്നേഹിക്കും. ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഒന്ന്, നീ സുന്ദരനാകും. സഹോദരി, നീ സുന്ദരിയാകും. ആർക്കാണ് സൗന്ദര്യം വേണ്ടാത്തത്? യെസബേൽ പോലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മഷി പൂശി തലശീകി മിനുക്കി കാത്തിരുന്നു. ഞങ്ങൾ വയനാട് ജില്ലയിൽ സുവിശേഷത്തിനായി പോയിരുന്നു കഴിഞ്ഞ മാസം. ആദിവാസി മേഖലയാണ്. എവിടെയും കാട്ടുമഞ്ഞൾ നട്ടുവിട്ടിരിക്കുന്ന. അവിടെ കാട്ടുമഞ്ഞള് കാട്ടുകുരങ്ങന്മാർ വേരോട് പിഴുതിട്ടിരിക്കുന്നു. വേരോട് പിഴുതിട്ട കാട്ടുമഞ്ഞൾ. ഞാൻ ആദിവാസി സഹോദരങ്ങളോട് ചോദിച്ച് അവർ പറഞ്ഞത്, ഇത് കാട്ടുകുരങ്ങന്മാരുടെ വേലയാണ്. തൻ്റെ കാതലനെ കാണാൻ പോകുന്ന രാത്രി വന്ന് മഞ്ഞൾ എടുത്ത് മുഖത്ത് പൂശും, സൗന്ദര്യം വർദ്ധിക്കാൻ. തൻ്റെ ജോഡി ആൺകുരങ്ങനെ കാണാൻ പോകുന്ന പെൺകുരങ്ങ് കാട്ടുമഞ്ഞളെ വേരോട് പിഴുത് മഞ്ഞളെടുത്ത് മുഖത്ത് പൂശിയിട്ട് പോകും. കൊള്ളാമോ? കുരങ്ങിന് പോലും സൗന്ദര്യവൽക്കരണം. നിനക്ക് സൗന്ദര്യം കൂടണമോ? യേശുവിനെ സ്നേഹിക്കുക. യേശുവിനെ സ്നേഹിക്കുക. യേശുവിനെ നീ സ്നേഹിച്ചാൽ യേശു നിന്നെ സ്നേഹിക്കും. യേശു തൻ്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തിൽ പകർന്ന് സ്നേഹിക്കും. അപ്പോൾ നിന്റെ സൗന്ദര്യം വർദ്ധിക്കും. പുറപ്പാട് പുസ്തകം 34:30 40 ദിവസം വാസമെടുത്ത് ദൈവസന്നിധിയിൽ കാത്തിരുന്ന മോശയുടെ മുഖം സൗന്ദര്യം വർദ്ധിച്ചു. സടിസവാക്യം 30:30 നിന്റെ ബലം കൂടും. സടിസവാക്യം 30:30 എല്ലാവരും നിന്റെ മുമ്പിൽ തല കുനിയും. അപ്പോസ്തലർ 13 അവസാന വചനത്തിൽ നിന്റെ ഹൃദയത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കും. ഇങ്ങനെ ദൈവം നിന്നെ സ്നേഹിക്കും. ഞങ്ങൾ കഴിഞ്ഞ മാസം ജെറുസലേം സന്ദർശിച്ചു. 40 ആണ്ടുകാലം 25 ലക്ഷം യഹൂദ വംശജരെ തൻ്റെ ചുമലിൽ കയറ്റി കണ്ണുനീരോട് മോശെ നടന്ന് ആ മാർഗം പകുതി ദൂരം, ദ കിങ്സ് വേ, രാജപാത, പകുതി ദൂരം കാറിൽ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ കാട്ടി. ജെറുസലേമിലെ ചുറ്റിക്കിടക്കുന്ന സകല മുസ്ലിം രാജ്യങ്ങളും ജെറുസലേമിൻ്റെ ശത്രു രാജ്യങ്ങളാണ്. ഒരു രാജ്യം ഒഴികെ, ജോർദാൻ, അതിൻ്റെ തലസ്ഥാനം അമ്മാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോർദാൻ ഇസ്രായേലിനോട് സമാധാന ഉടമ്പടി അവർ ഉണ്ടാക്കി. ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ സ്നേഹത്തിൻ്റെ രാജ്യങ്ങളാണ്. അന്ന് രാത്രി ഈജിപ്റ്റ്, ഇസ്രായേലിൻ്റെ ശത്രു രാജ്യം, തൻ്റെ അതിർത്തി അടച്ച് ആരും ഇതുവഴി കടന്നു പോകാൻ പാടില്ല. അങ്ങനെ ഈജിപ്തിൽ നിന്ന് ജോർദാനിലേക്ക് പോകുവാൻ പറ്റാതെ ഒരു ഗോത്രം അവിടെ തടസ്സപ്പെടുത്തപ്പെട്ട് ഏകദേശം 500 പേർ കുന്നിൽ മലമുകളിൽ കയറി കൈക്കുഞ്ഞുങ്ങളുമായി സ്വന്തം രാജ്യം അമ്മാനിൽ എത്തിച്ചേരുവാൻ അർദ്ധരാത്രി മാർഗം തിരഞ്ഞെടുത്ത്
ഭയങ്കര പർവ്വതങ്ങൾ, കുന്നുമേടുകൾ ചവിട്ടി കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ ഒരു ഹന്ന എന്നുള്ള സ്ത്രീയുടെ കൈക്കുഞ്ഞ് കരയാൻ തുടങ്ങി. ഈ കരച്ചൽ ശബ്ദം പട്ടാളക്കാരുടെ ചെവിയിൽ കിട്ടിയാൽ ഉടനെ അവർ വെടിവെച്ച് കൊല്ലും. എല്ലാവരും നിലവിളിച്ച്, ഹന്ന, നിന്റെ കുഞ്ഞ് നിമിത്തം ഞങ്ങൾ മരിക്കേണ്ടി വരും. ഹന്ന, നാം രക്ഷപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞിൻ്റെ വാ അടയ്ക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ ജീവനോട് തൂക്കിയെറിയുക. ഇവൾ തൻ്റെ കുഞ്ഞിൻ്റെ വാ അടച്ച് നോക്കി. കുഞ്ഞ് ശബ്ദമിട്ട് കരയാൻ തുടങ്ങി. എല്ലാവരും നിലവിളിച്ച്, നിന്റെ കുഞ്ഞ് നിമിത്തം ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ത്രോ ഇറ്റ് ഓഫ്. നിന്റെ കുഞ്ഞിനെ മലമുകളിൽ നിന്ന് താഴെ തൂക്കിയെറിയുക, നമുക്ക് രക്ഷപ്പെട്ടുകൊള്ളാം. അങ്ങനെ പ്രസവിച്ച അതേ അമ്മ തൻ്റെ ഹൃദയത്തെ കല്ലാക്കിക്കൊണ്ട് പച്ച കുഞ്ഞിനെ കുന്നിൻ്റെ മുകളിൽ നിന്ന് തൂക്കിയെറിഞ്ഞ് മറ്റെല്ലാവരും രക്ഷപ്പെട്ട്. ഇതാണ് 2000 ആണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചത്. നിന്റെ രക്ഷയ്ക്കായി, എൻ്റെ രക്ഷയ്ക്കായി പിതാവാം ദൈവം തൻ്റെ ഏകജാതൻ ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് കാൽവരി മല ഉച്ചയിൽ തൂക്കിയെറിഞ്ഞ് ഫോർ യു. അതാണ് ദൈവസ്നേഹം, അതാണ് ദൈവസ്നേഹം. യോഹന്നാൻ 3:16 നമ്മെ പഠിപ്പിക്കുന്നു, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവാം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ദൈവസ്നേഹം. ദൈവത്തെ സ്നേഹിക്കുക, ദൈവം നിന്നെ സ്നേഹിക്കും. നമുക്ക് എഴുന്നേൽക്കാം, കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അഗ്നി വ്യാപരിക്കുന്നതാ, അഗ്നി വ്യാപരിക്കുന്ന, അഗ്നി വ്യാപരിക്കുന്നതാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വാ തുറക്കുക, വാ തുറക്കുക, സന്തോഷത്തോട് നിലവിളിക്കുക. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, കൈകൾ ഉയർത്തി, കൈകളെ തട്ടി എല്ലാവരും അപ്പാ, അപ്പാ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. പ്രിയമുള്ളവരെ, യേശുവേ, യേശുവേ, യേശുവേ. നിലവിളിച്ചാട്ടെ, 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 നിലവിളിച്ചാട്ടെ. യാവരും, യാവരും, എല്ലാവരും, എല്ലാവരും, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ, യേശുവിനെ മഹത്വപ്പെടുത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറക്കുക, വാ തുറക്കുക. This is the time of blessing. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. ആരും അലസതയോട് നിൽക്കരുത്. ആമേൻ. 1 minute, 1 single minute. Hell or heaven, hell or heaven. നരകം അല്ലെങ്കിൽ സ്വർഗം, നരകം അല്ലെങ്കിൽ സ്വർഗം, നരകം അല്ലെങ്കിൽ സ്വർഗം. തീർമാനിക്കുക, തീർമാനിക്കുക, തീർമാനിക്കുക. നീ തീർമാനിക്കുക. Decide it now, decide it now, decide now. Without Jesus, hell, eternal judgment, eternal judgment. നീ ഏത് ജാതിയോ ഏത് മതമോ, യേശു ഇല്ലെങ്കിൽ അഗ്നി നരകമാണ്, അഗ്നി നരകമാണ്, അഗ്നി നരകമാണ്. എൻ്റെ വലതുഭാഗത്തൊരു പൂജാരി വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ട് എന്നറിയുവാൻ. യേശു നിങ്ങളെ തൊടുന്ന് നിങ്ങളെ രക്ഷിക്കുന്നതാ, യേശു നിങ്ങളെ രക്ഷിക്കുന്നതാ. You will serve my God in future. എൻ്റെ ദൈവത്തെ നിങ്ങൾ സേവിക്കുവാൻ പോകുന്നു. അഗ്നി വ്യാപരിക്കുന്നു,
ഷഹീന. 3 പെൺകുട്ടികളുമായി നിലവിളിക്കുന്ന സഹോദരി ഷഹീന, യു ബിലോങ് ടു അനദർ റിലീജിയൻ. നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. റൂത്തിനെ തിരഞ്ഞെടുത്ത് യേശു ഷഹീനയെ അവളുടെ തലമുറയുടെയും തിരഞ്ഞെടുക്കുന്നു. അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. സൗഖ്യം നൽകുന്ന ദിവ്യ ശക്തി, സൗഖ്യം നൽകുന്ന ദിവ്യ ശക്തി, സൗഖ്യം നൽകുന്ന ദിവ്യ ശക്തി, സൗഖ്യം നൽകുന്ന ദിവ്യ ശക്തി. നിങ്ങളിൽ സർവ്വ ക്യാൻസർ രോഗികളെയും കർത്താവ് തൊടുന്നു. 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 ഇപ്പോൾ 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 മുളകൾ തെറിക്കുന്നുടാ യേശുവിൻ നാമത്തില്. യേശുവിൻ നാമത്തില് കട്ടികൾ തെറിക്കുന്നുടാ യേശുവിൻ നാമത്തില്. ഏത് ജാതിയോ ഏത് മതമോ യേശു അത് നോക്കുന്നേ ഇല്ല. കർത്താവിന്റെ ഹീലിംഗ് പവർ മഴ പോലെ ഒഴുകുന്നു. നിലവിളിക്കുക, മഴ പോലെ ഒഴുകുന്നു. Any kind of sickness doesn't matter. God heals you. യേശുവിൻ നാമത്തിൽ കട്ടികൾ തെറിക്കുന്നുടാ, മുളകൾ തെറിക്കുന്നുടാ. യേശുവിൻ നാമത്തിൽ കട്ടികൾ തെറിക്കുന്നുടാ, മുളകൾ തെറിക്കുന്നുടാ. സർജറി വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് തൊട്ട് ഇപ്പോൾ സഭയ്ക്ക് നൽകുന്നു. അഗ്നി ഇറങ്ങുന്നുടാ, അഗ്നി ഇറങ്ങുന്നുടാ. അഭിഷേക തീ ഇറങ്ങുന്നുടാ. പുതു ശക്തി വ്യാപരിക്കുന്നുടാ. മനസമാധാനമില്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യണമോ? മെന്റലി ഡിസോർഡർ, മെന്റലി ഡിസോർഡർ, കടംഭാര മുഖാന്തിരം, കുടുംബത്തിലെ സമാധാനമില്ലായ്മ മുഖാന്തിരം, നാനാഭാഗത്തുമുള്ള നെരുക്ക മുഖാന്തിരം നിലവിളിക്കുന്ന അനേകര് യേശു തൊടുന്നുടാ, യേശു തൊടുന്നുടാ. മെന്റലി ഡിസോർഡർ മാറിപ്പോകുന്നേ, മാറിപ്പോകുന്നേ. മനസ്സിലെ സമാധാനം, ഉള്ളിലെ സമാധാനം, ജീവിതത്തിലെ സമാധാനം. സാവിത്രി, സാവിത്രി, യേശു നിങ്ങളെ തൊടുന്നു. You need not go and contemplate suicide. നീ ആത്മഹത്യ പോകരുത് മകളെ. നളിനി, നളിനി, ചിലപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന നളിനി, നീ ആത്മഹത്യ ചെയ്യരുത്. I come across your plan. I come across devil's plan against you. യേശുവിൻ നാമത്തിലെ, യേശുവിൻ നാമത്തിലെ നിന്റെ ആത്മഹത്യ പദ്ധതി യേശുവിൻ നാമത്തിൽ ഞാൻ തകർത്ത് ജയമെടുക്കുന്നുടാ. ടി 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 ടി. ചില ICU യൂണിറ്റിൽ കിടക്കുന്ന വ്യക്തികളെ കർത്താവ് തൊടുന്നു. രോഗ കിടക്കയിൽ, മരണ കിടക്കയിൽ ചില കിടക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ ചില വ്യക്തികളെ തൊട്ട് ആയുസ് നീട്ടി നൽകുന്നു. ഇപ്പോൾ ഇപ്പോൾ കടൻഭാര കയറുകൾ അഴിച്ചു മാറ്റുന്നു. നിരാശയുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. അഭിഷേക തീയിൽ നിറയുക. അന്യ ഭാഷ സംസാരിക്കുക. കൃപാവരങ്ങൾ നിന്നിൽ മഴ പോലെ ഇറങ്ങുന്നു. നന്ദി. റഗ്ഗാലദണ്ഡനദബ, റഗ്ഗാലദണ്ഡനദബലജബരശാലദണ്ഡനദബ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, ആത്മാവിൽ നിറഞ്ഞ് ഇപ്പോൾ ആരാധിപ്പി, ആരാധിപ്പി, ആരാധിപ്പി. 20 ആണ്ടുകളായി മക്കളില്ലാതെ നിലവിളിക്കുന്ന ഒരു കുടുംബത്തിന്മേൽ ദൈവം മനസ്സിലിന്ന് യേശു തൊടുന്നു. സഭയ്ക്ക് നൽകുന്നടാ, അത്ഭുതം ചെയ്യുന്നടാ. അടുത്ത ആണ്ട് നീ കുഞ്ഞുമാവെന്ന് സാക്ഷീകരിക്കുന്നത് ഞാൻ കാണുന്നേ. നന്ദി, 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 നന്ദി. ടി 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 ടി
അഭിഷേക വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ പാടും എന്നും ഞാൻ എൻ്റെ പ്രിയനാ പാടും എന്നും ഞാൻ എൻ്റെ പ്രിയനാ വാഴും ഞാൻ രക്ഷിതാവ് കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു ആറ്റലി ഞാൻ കേട്ടിരുന്നു നാട്ടിലെങ്ങുമേ എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു മാറ്റലി ഞാൻ കേട്ടിരുന്നു നാട്ടിലെങ്ങുമേ ക്ഷമം പോകുമ്പോ ഹടിനാരംഭോ ക്ഷമം പോകുമ്പോ ഹടിനാരംഭോ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൈകൾ ഉയരട്ടെ കൈകൾ ഉയരട്ടെ കൈകളെ തട്ടുക വാ തുറങ്ങുക പുതു ഭാഷയിൽ സംസാരിക്കുക യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗത്തിനായി യേശുവിനായി ഈ ആത്മാക്കളെ ഞാൻ കൊള്ളയിടുന്നു ഞാൻ കൊള്ളയിടുന്നു ഞാൻ കൊള്ളയിടുന്നു ഈ ആത്മാക്കളിൽ മേൽ ദുഷ്ട പിശാചിന്റെ അവകാശം യേശുവിൻ നാമത്തിൽ ചവിട്ടി ഞാൻ ജയമെടുക്കുന്നു ഞാൻ ജയമെടുക്കുന്നു ദൂരെ പോ പിശാചേ വിഗ്രഹ മന്ത്ര തന്ത്രങ്ങൾ ഇവിടെ തലമുറ ഇവിടെ ജീവിതം ഇവിടെ കുടുംബം ഇവിടെ ആത്മീക ലൈഫ് വിട്ടു മാറിപ്പോകട്ടെ 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 ദേശം ശുദ്ധീകരണത്തിലേക്ക് ദേശം ശുദ്ധീകരണത്തിലേക്ക് ഭാരതദേശം യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരണത്തിലേക്ക് 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 തീ ഇറങ്ങുന്നു തീ ഇറങ്ങുന്നു തീ ഇറങ്ങുന്നു തീ ഇറങ്ങുന്നു അഗ്നി ഇറങ്ങുന്നു അഗ്നി ഇറങ്ങുന്നു എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ ക്ഷമം പോകുമ്പോ ഹടിനാരംഭോ ക്ഷമം പോകുമ്പോ ഹടിനാരംഭോ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ പവർ 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 പവർ
power, Rakaladam Danadaba, Lanjana, Shagaladam Danadaba, எல்லாரையும் தொட்டதினாய் நன்றி. இவரையும் இவர்க்குள்ளதினையும் தெய்வம் காவல் செய்து கொள்ளணும். உங்களுடைய சுமரில் வகிச்சு പാവനത്തിൽ ദൈവം കൊണ്ടെത്തിക്കുന്നതിനായി നന്ദി. ദൈവത്തിന് മഹത്വം. യേശു നാമത്തിൽ തന്നെ എണ്ണയോ വെള്ളമോ പ്രാർത്ഥി എടുത്തുകൊള്ളാം. കർത്താവ് തൊട്ട് വിടുതലിൻ അംശമായി മാറ്റിയതിനായി നന്ദി. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തുയേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.